നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് മലയാള വർഷത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ മീനക്കൂറുകാരുടെ ഫലമാണ് നോക്കുന്നത്. മീനക്കൂറുകാർ പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. അതിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ, മീനക്കൂറുകാരായ പൂരുട്ടാതി നക്ഷത്രക്കാർ കേതുവിൻ്റെ ദശ അനുഭവിക്കുന്നവരോ, കേതുവിൻ്റെ ദശാപഹാരം എന്ന് വെച്ചാൽ അപഹാരം അനുഭവിക്കുന്നവരോ, മറ്റേതെങ്കിലും ദശകളിൽ കേതുവിൻ്റെ അപഹാരം അനുഭവിക്കുന്നവരോ, കേതുവിൻ്റെ ദശ അനുഭവിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കേതുർ ദശയിൽ കൂടി പൂരുട്ടാതിക്കാലുകൾ, കേതുവിൻ്റെ അപഹാരത്തിലൂടെ മറ്റേതെങ്കിലും ഒരു ദശയിൽ കേതുവിൻ്റെ അപഹാരത്തിൽ കൂടി നീങ്ങുന്നവരും വളരെ ശ്രദ്ധിക്കണം. അഗ്നിഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേസ്, അഗ്നിഭയം, അപകടങ്ങൾ, വാഹനാപകടങ്ങൾ ഇവയൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ശസ്ത്രക്രിയ എന്നിവയൊക്കെ ഉണ്ടാകാം. കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകും. വിവാഹ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ വന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാകാരന്മാരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളുടെയും മറ്റുള്ളവരുടെയും ഇടപെടലുകൾ നിമിത്തം വിവാഹ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കേസ്, ആക്ഷേപം, കിംവദന്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ പറ്റിയ സമയമാണ്. മേൽ പറഞ്ഞതുപോലെ കേതുവിൻ്റെ അപഹാരമോ കേതുവിൻ്റെ ദശയോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം സൂക്ഷിക്കണം. ഏത് ദശയിലെയും കേതുവിൻ്റെ അപഹാരമാണ് എങ്കിൽ അവർക്ക് വളരെ ക്ലേശമായിരിക്കും വരുന്നത്. പൊതുവേ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ക്ലേശമായിരിക്കും. സാമ്പത്തിക നഷ്ടം, സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങൾ, അപവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാം. ശാരീരിക ക്ലേശമുണ്ടാകാം. ചില സന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക്, രാഹുവിൻ്റെയും കേതുവിൻ്റെയും സന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക്, അഥവാ ദശാസന്ധികളെന്ന് പറയുമ്പോൾ അപഹാര സമയമായിരിക്കാം. അത്തരം സമയങ്ങളിലൂടെ അത്തരം കാലയളവിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവഹാനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ മറികടക്കാവുന്നതാണ്, പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമം ഉണ്ടായിരിക്കേണ്ടതാണ്. 3-ൽ വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. 3-ൽ വ്യാഴം നിന്നാൽ മുറ വിളിക്കും എന്നൊരു ഫലമുണ്ട്. അത് ശുക്രക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. സ്ത്രീകളെ കൊണ്ടുള്ള അപവാദങ്ങൾ ധാരാളം കേൾക്കേണ്ടതായിട്ട് വരും. രേവതി നക്ഷത്രക്കാർ, മീനക്കൂറിലുള്ള രേവതി നക്ഷത്രക്കാർക്ക് വളരെ ദോഷകരമായ സമയമാണ്. സാമ്പത്തിക നഷ്ടം നാനാ വഴിയിലൂടെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. പോലീസ് കേസ്, അപമാനം, ഇതുവരെ ചെയ്തിരുന്ന പ്രവർത്തികളുടെയൊക്കെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നിവയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകൾ നിമിത്തം വലിയ ദുരന്ത ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. സാഹസിക കാര്യങ്ങളിൽ മുഴുകാൻ പാടില്ലാത്ത സമയമാണ്. സാഹസിക കാര്യങ്ങളിൽ മുഴുകുന്നവർക്ക് തിക്തഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പൊതുവെ വാദപ്രതിവാദങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക. ആരോടും യാതൊരു വിധത്തിലും മുഖം മുഷിഞ്ഞ് സംസാരിക്കാൻ ഇടയാകാതിരിക്കുക. രോഗപ്രതിരോധ ശക്തി കുറയുന്നതാണ്. ശ്വാസകോശജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നതാണ്. ആശുപത്രികളിലൊക്കെ കൂടുതൽ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വരുന്ന സമയമാണ്. വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങണം. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുക. ജലാശയങ്ങളിൽ പോകാതിരിക്കുക. അസാംഗത്യ ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തന്നേക്കാൾ മുതിർന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആണായാലും പെണ്ണായാലും ഏതു തരത്തിലുള്ള ലൈംഗിക ബന്ധമാണെങ്കിലും. കൊല്ലവർഷം 1200 ആണ്ടത്തെ ഫലം നോക്കുമ്പോൾ മീനക്കൂറുകാർ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു വർഷം 1200 ആണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നയിക്കേണ്ടതാണ്. പരമാവധി വലിയ വിഷയങ്ങളൊന്നും പങ്കെടുക്കാതിരിക്കുക. വാദപ്രതിവാദങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക. സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നും പോയി തലയിടാതിരിക്കുക. എല്ലാം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ഗ്രഹനിലയും മറ്റും നോക്കി അതിനോട് യോജിച്ച കാര്യങ്ങളായിരിക്കും നല്ലത്. പൊതുവെ ഏതെങ്കിലും തരത്തിലുള്ള ദേവതകൾക്ക് പ്രീതി വരുത്തുന്നത് കൊണ്ട് എന്ന് പറയാനാവുന്നതല്ല. പ്രശ്നഫലവും ദശാഫലവും ഗ്രഹനില അനുസരിച്ചുള്ള മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം പരിഹാരം ചെയ്യേണ്ടുന്ന സമയമാണ്. പൊതുവെ നഷ്ടഫലങ്ങൾ വർദ്ധിച്ചിരിക്കും. എന്നാൽ ഇഷ്ടദേവതാ പ്രീതിയൊക്കെ വരുത്തി അതിന് കുറച്ച് ശമനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്.